പല വിഭാഗത്തിൽ നിന്ന് ആളുകൾ യേശുവിനെ അറിഞ്ഞു വരാറുണ്ട്. ചില ആളുകൾ പറയുന്നത് ഞങ്ങൾ ഇന്ന വിഭാഗത്തിൽ നിന്നാണ് വന്നേ. ചില ആൾക്കാരെ കുറിച്ച് ചില ആളുകൾ അതങ്ങ് വലിയ പെരുപ്പിച്ചൊക്കെ പറയാറുണ്ട്. ഞങ്ങൾ ഇന്ന സമുദായത്തിൽ നിന്നാണ് വന്നേ, ഞങ്ങള് ഇങ്ങനെയുള്ളൊരു കുടുംബത്തിലാണ്, അവിടെ നിന്ന് വന്നവരാ. എൻ്റെ പ്രിയരെ, ഞാൻ നിങ്ങളോടൊരു രസകരമായ ഒരു സത്യം പറയാം. നിങ്ങൾ എത്ര വലിയ സെറ്റപ്പിൽ നിന്ന് വന്നാലും ചാണകക്കുഴിക്കകത്തു നിന്ന് വന്നതായിട്ടേ കൂട്ടുകയുള്ളൂ. കാരണം പാപത്തിൽ നിന്നല്ലേ വന്നത്. എത്ര വലിയ സെറ്റപ്പിലായിക്കോട്ടെ, പക്ഷെ യേശുവിനെ അറിയാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു എന്ന് പറയുന്ന ആൾക്ക് ബുദ്ധി. സ്തോത്രം. യേശുവിനെ അറിഞ്ഞൊരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ അവൻ നിന്ന കുഴി ഏതാന്ന് ആരും നോക്കാറില്ല. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു വാക്ക് വളരെ രസകരമാണ്. ഞാൻ വായിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ ചിരിച്ചു പോയിട്ടുണ്ട്. ഞാൻ കുഴഞ്ഞ ചേറ്റിലായിരുന്നു. കുഴഞ്ഞ ചേറ്റിൽ. സ്തോത്രം. ആ കുഴഞ്ഞ ചേർ എത്ര ആഴമുണ്ടെന്ന് പറയേണ്ട കാര്യമുണ്ടോ? സ്തോത്രം. ആഴം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ദേഹത്ത് മുഴുവൻ ചേറിയാന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പിടികിട്ടിയോ? അപ്പൊ ഏത് വ്യക്തി രക്ഷിക്കപ്പെട്ടു വന്നാലും നിങ്ങൾ കടന്ന ചേർ ഒരു വിഷയമല്ല. സ്തോത്രം. ചില ആളുകൾ രക്ഷയിലേക്ക് വരുമ്പോൾ പറയാറുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇന്ന കുടുംബത്തിൽ നിന്നാണ് കർത്താവായ യേശുവിനെ സംരക്ഷിതാൻ കർത്താവായി സ്വീകരിച്ച് പുറത്തേക്ക് വന്നത്. പ്രാർത്ഥിക്കുന്ന എന്നാ പിന്നെ അവിടെ നിന്നാ പോരായിരുന്നു? എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇങ്ങോട്ട് വന്നപ്പോഴേ അത് ശരിയല്ല, അത് വചനവിരുദ്ധമാണെന്ന് മനസ്സിലായതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. ആ വചനവിരുദ്ധമായിട്ടുള്ള കാര്യത്തിൽ നിന്ന് 1500 പ്രാർത്ഥന നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ആ പറഞ്ഞ വാക്കിനും വിലയില്ലാതാകുകയാണ്, അതും ചേറായി മാറുക. ഞാൻ പറഞ്ഞു വന്നതിന്റെ രഹസ്യം നിങ്ങളോട് പറയാം. അഗ്രിപ്പ രാജാവിനോട് പൗലോസ് സംസാരിക്കുന്ന ഒരു ഭാഗം 26-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടും വായിക്കണം. ഡെയിലി പ്രസംഗം കേൾക്കുക. സമയമുള്ളപ്പോഴൊക്കെ പൗലോസിനെ വിളിച്ചു വരുത്തി പ്രസംഗം കേൾക്കും. നല്ല പ്രസംഗം. പൗലോസ് പഴയ നിയമ വിശുദ്ധന്മാരെയൊക്കെ മുൻനിർത്തി ശക്തമായ പ്രഭാഷണം. പൗലോസിന്റെ ഉള്ളിൽ ഒറ്റ താല്പര്യമുള്ളൂ, അഗ്രിപ്പാവേ, നീ രാജാവായാലും നീ രാജഭൃത്യനായാലും ആരായാലും നീ മനുഷ്യനാണോ? എന്റെ ഒരാഗ്രഹം ഇതേ ഉള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ആത്മീക പശ്ചാത്തലത്തിലേക്ക് നീയും വരണം. പക്ഷെ എന്റെ ഉള്ളിൽ മറ്റൊരാഗ്രഹം കൂടിയുണ്ട്. അത് വേറൊന്നുമല്ല. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. നീ മാത്രമല്ല, ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ. എന്ന് പറഞ്ഞാൽ, അഗ്രിപ്പാവേ, നീ യേശുവിന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം ഞാനിപ്പോൾ ധരിക്കുന്ന ഈ ചങ്ങല നിനക്കുണ്ടാകരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഈ ചങ്ങല ഒഴികെ. സാധാരണ ആളുകൾ പ്രാർത്ഥിക്കുന്ന എന്നാ, കർത്താവേ, ഞങ്ങളുടെ മോന്റെ കാലൊടിഞ്ഞു, അവന്റെ മോന്റെയും കാലൊടിയണേ. ഞങ്ങൾക്ക് ഈ വർഷം ഒരു ബിസിനസ്സും കിട്ടിയില്ല, അവന് ഈ വർഷം ഒരു ബിസിനസ്സും കിട്ടരുത്. ഞങ്ങളുടെ മകൾ ഈ വർഷം തോറ്റുപോയി, അവളുടെ മകളും തോറ്റു പോണേ. ഇതൊക്കെയല്ലേ നമ്മുടെ പ്രാർത്ഥന, അല്ലേ? പണ്ട് നമ്മള് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ അപ്പൻ അല്ലെ അമ്മ വീട്ടിലോട്ട് നമ്മള് സ്ട്രേറ്റിൽ മാർക്കും കൊണ്ടുവരുമ്പം 10-12 മാർക്കൊക്കെ കാണുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ മറച്ച് പിടിച്ചോണ്ടാ വരുന്നത്. സ്ലൈറ്റിന്റെ അങ്ങേ സൈഡ് കാണിച്ചോണ്ടാ വരുന്നത്, ഇങ്ങേ സൈഡിലാ മാർക്ക്. അപ്പൊ മരുന്ന് കയറുമ്പോഴേ അമ്മ ചോദിക്കും, എത്ര ഉണ്ടാ മാർക്ക്? ഉടനെ നമ്മൾ പറയുന്നത് എന്താ? അപ്പുറത്തെ വീട്ടിലെ ജോണിക്കുട്ടിക്ക് മാർക്ക് 5 ഉള്ളൂ. നിനക്ക് എത്ര ഉണ്ടാ മാർക്ക്? ഷൈജുവിന് 4 മാർക്കുള്ളൂ. നിനക്ക് മാർക്ക് എത്രയുണ്ട്? എനിക്കോ? ബിനുവിന് 5 മാർക്കോളം അമ്മച്ചി. കണ്ടോ? ഇവന്റെ കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവന് മാർക്ക് 12 ഉള്ളൂ. പക്ഷെ അവൻ പറയുന്നത് മുഴുവനും അതിൽ താഴെയുള്ള ലെവലാ. ഇവന്റെ കാര്യവും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ ചെറുപ്പത്തിൽ, അല്ലേ? അങ്ങനെയല്ലേ?
പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾ പറയാം. പൗലോസ് പറയുന്നത്, ദേ ഈ ചങ്ങല ഒഴികെ, ഞാനിപ്പം എനിക്ക് വന്ന ഈ ചങ്ങലയുണ്ടല്ലോ, എനിക്ക് വന്ന ഈ ബന്ധനം, എനിക്ക് വന്ന തടവ്, അതൊഴികെ നിങ്ങളെല്ലാവരും എന്നെ പോലെ ആകണം എന്നാണ് പൗലോസ് പറഞ്ഞതിന് ചുരുക്കം. സ്തോത്രം. അത് കേട്ട് അഗ്രിപ്പാ രാജാവ് നടുങ്ങിപ്പോയി. ചേടാ, ഇതെന്നാ മനുഷ്യനായത്? അഗ്രിപ്പാ ഒരുപക്ഷെ, അല്ലെങ്കിൽ അഗ്രിപ്പാവിനോട് ഒപ്പം നിന്ന് ഈ പ്രസംഗം കേൾക്കുന്നവർ ഒരുപക്ഷെ ചിന്തിക്കുന്നത്, ഓ ഈ പൗലോസ് പ്രസംഗിക്കാൻ പോകുന്ന എന്താണാവോ? എന്നെ ഈ ചങ്ങലക്കിട്ട് നിന്നെയൊക്കെ ദൈവം ചങ്ങലയിട്ട് പൂട്ടുകൂടാ എന്ന് പറയുമെന്ന് വിചാരിച്ചാ അവര് പേടിച്ചു നിന്ന്. പക്ഷെ പൗലോസ് അവരോട് പറയുന്നത്, ദേ സ്നേഹിതരെ, സഹോദരങ്ങളെ, ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ നിങ്ങളാണ്. എനിക്ക് ഈ ചങ്ങലയില്ലെങ്കിലുണ്ടല്ലോ ഭയങ്കര സ്വാതന്ത്ര്യ. ആമേൻ. പലയിടത്ത് ഞാൻ സഞ്ചരിക്കുന്നു സുവിശേഷവുമായി. പൗലോസ് പറയുക, ചങ്ങല ഒഴികെ. എന്നാ മനസ്സല്ലേ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന പൗലോസ് അഗ്രിപ്പാവിനോട് പറയുക, ഈ ചങ്ങല ഒഴികെ നിങ്ങൾ എന്നെ പോലെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. എന്റെ പ്രസംഗം കേൾക്കുന്നവരെല്ലാവരും, ഈ രാവിലെ ഈ സന്ദേശം കേൾക്കുന്നവരോട് ഞാൻ പറയാം, സ്തോത്രം, ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെല്ലാവരും എന്നെ പോലെ ആകണമെന്നല്ല ഞാൻ പറയുന്നത്, കർത്താവിനെ പോലെ ആകാൻ ശ്രമിക്കുക. സ്തോത്രം. കർത്താവിനോട് കൂടെ നിങ്ങൾ നടന്നാൽ കർത്താവിനെ പോലെ ആകും. കർത്താവിന്റെ ആശയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വരും, കർത്താവിന്റെ ചിന്താഗതി വരും, കർത്താവിന്റെ മനസ്സ് നിങ്ങളുടെ ഉള്ളിൽ വരും. ഒരു മനുഷ്യനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ആരെയും ഒഴിവാക്കത്തില്ല. കറുത്തവനെന്നോ വെളുത്തവനെന്നോ, വിദ്യാഭ്യാസമുള്ളവരെന്നോ വിദ്യാഭ്യാസമില്ലാത്തവനെന്നോ എന്ന വേർകൃത്യം നമുക്കുണ്ടാകില്ല. യേശു നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ. യേശു വന്നില്ലെങ്കിൽ കറുത്തവനെന്നും വെളുത്തവനെന്നും വിദ്യാഭ്യാസമില്ലാത്തവനെന്നും വിദ്യാഭ്യാസമുള്ളവനെന്നും വേർകൃത്യം നമുക്കുണ്ടാവും. യേശു ഉള്ളിൽ വരണം. ഇന്ന് രാവിലെ യേശു ഉള്ളിലുണ്ടോ? ഒരു പഴയ പാട്ടുണ്ട്, യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ. കണ്ടോ? ഇനി അത് നേരെ തിരിച്ചൊന്ന് പാടിക്കേ. യേശു എന്നെ ഉള്ളത്തിലില്ല. എൻ്റെ ഉള്ളിൽ മുഴുവനും ആളുകളുടെ ഉദ്ദേശമാണ്. അവൻ ഇന്ന ജാതിക്കാരൻ, അവൻ ഇന്ന ജാതിക്കാരൻ, അവൻ ഇത്ര വിദ്യാഭ്യാസം, അവൻ കറുത്തത്, അവൻ വെളുത്തത്, ഈ ചിന്തയാണെങ്കിൽ എന്തു നാറ്റം വന്നു എന്നിൽ. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ഉള്ളിൽ യേശു വന്നതുകൊണ്ട് മാറ്റമാണോ ഉണ്ടായത്, നാറ്റമാണോ ഉണ്ടായത്? ഈ രാവിലെ ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ പോയ സ്തോത്രം. പൗലോസ് പറഞ്ഞത്, പൗലോസിനെ പോലെ ആകാൻ ആഗ്രഹിക്കുക. പൗലോസ്, മറ്റുള്ളവർ. എന്നാൽ ഞാൻ രാവിലെ നിങ്ങളോട് പറയുക, നമുക്ക് കർത്താവിനെ പോലെ ഒന്ന് മാറിയാലോ. ഹൃദയത്തിൽ, സംസാരത്തിൽ, ചിന്തയിൽ, നോട്ടത്തിൽ, പ്രവൃത്തിയിലൊക്കെ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. ഈ രാവിലെ സമയം കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ വന്നതുകൊണ്ടുള്ള മാറ്റം മറ്റുള്ളവർ അറിയട്ടെ. ഒരുപക്ഷെ ഞങ്ങളുള്ള മാറ്റം ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് മുതൽ അരോമ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി നിൽപ്പാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പ്രിയപ്പെട്ടവരെ ഹൃദയം തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് രോഗികളെ ഭാരപ്പെടുന്നവരെ കർത്താവ് സൗഖ്യമാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അവർക്ക് സൗഖ്യമുണ്ടാകട്ടെ, ബലമുണ്ടാകട്ടെ. കർത്താവെ, ഇന്ന് പകൽ അവർക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട പകലായി മാറട്ടെ. പ്രാർത്ഥന നന്ദി യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, യേശു ഹൃദയത്തിൽ കടന്നു വന്നാൽ സമൂലമായ മാറ്റം. പൗലോസ് പറയുന്നത്, എന്റെ പ്രസംഗം കേൾക്കുന്നവർ, നിങ്ങളുടെ പ്രസംഗം കേൾക്കുന്നവർ, നിങ്ങളുടെ പാട്ട് കേൾക്കുന്നവർ, നിങ്ങളുടെ പ്രബോധനം കേൾക്കുന്നവർ, നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസിലൂടെ ജനമേശുവിനെ അറിയട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും.